ശംഖുവിനെ ഉറക്കി കിടത്തി പതിവ് പണികൾ എടുക്കാൻ പോകുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. പണ്ട് അമ്മണീനെ പ്രസവിച്ച് അധികം ഒന്നും ആവാത്ത സമയത്ത് കുട്ടി ഇങ്ങനെ ഇടയ്ക്ക് നിർത്താണ്ട് കരച്ചിലും ശീലക്കേടും ഉറക്കക്കുറവൊക്കെ കാണിക്കുമ്പോൾ ആശ്വാസം കിട്ടാനായിട്ട് അമ്മയോ അമ്മായിയോ മേമയൊക്കെ ചെയ്യണ ഒരു സൂത്രപ്പണിയുണ്ട്. സൂത്രപ്പണിയൊക്കെ ചെയ്യണതിന് മുമ്പ് ഇവരിങ്ങനെ പറയും, അതൊന്നും കുഴപ്പമില്ല, കിടാവിന് വല്ല കണ്ണ് പറ്റിയതാ കൊതി പറ്റിയതൊക്കെ ആയിരിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു ഉപ്പും മുളകൊക്കെ ഒഴിഞ്ഞിടും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ കുട്ടിക്ക് സുഖമില്ലാണ്ടോ ഒന്നല്ല കിടാവ് ഇങ്ങനെ കിടന്ന് വെപ്രാളം കാണിക്കണേന്ന് അറിയുമ്പോൾ ഒരു ആശ്വാസമാണ്. അങ്ങനെ ഉപ്പും മുളകും കടുകൊക്കെ ഒഴിഞ്ഞ് അടുപ്പിലിടുമ്പോഴേക്കും ഞാനും കുട്ടിയും തമ്മിലൊരു ഒത്തുതീർപ്പിലെത്താറുണ്ട് മിക്കപ്പോഴും. പക്ഷെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോഴാണ് എനിക്ക് ഇതിന്റെ ടെക്നിക്ക് പിടി കിട്ടിയത്. കിടാങ്ങൾ കരയണത് എപ്പോഴും അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് അധികം വെപ്രാളം കാണിക്കാണ്ട് കുറച്ചധികം മനസ്സമാധാനത്തിൽ കുട്ടിയുടെ ആവശ്യം അറിഞ്ഞ് പെരുമാറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശീലക്കേടൊക്കെ മാറിക്കോളും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിന്റെ ആവാം, ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ നീ ആദ്യം ഒന്ന് പോയി ഒഴിഞ്ഞിട്ടെ ബാക്കിയെല്ലാം ശരിയായിക്കോളും എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പൊ പിന്നെ ഒഴിഞ്ഞിട്ടാ തീരാത്ത പ്രശ്നങ്ങളൊന്നും ആർക്കും വരാണ്ടിരിക്കട്ടെ അല്ലേ. ശരി എന്നാ.